അല്ല അപ്പോൾ വേറൊരു വ്യക്തിനെ വെച്ച് അണ്ണൻ അങ്ങനെ കമന്റ് ഇട്ടു. വേറെ നമ്മളെന്താ പറയുന്നത്, ഹോട്ട് ആൻഡ് സെക്സി ആണ് അങ്ങനത്തെ കാര്യങ്ങൾ പറയണം. ഇപ്പൊ അണ്ണനെ വെച്ച് അവർ ചെയ്തു. ഞാനൊരു മോഹൻലാൽ ഫാനാണ്. പല സിനിമകളിലും മോഹൻലാൽ മദ്യപിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ മദ്യപിച്ചിട്ടില്ല. നല്ല മനുഷ്യൻ നല്ല എടുക്കും, നെഗറ്റീവ് ആൾക്കാർ നെഗറ്റീവ് എടുക്കും. ഇത് പല സിനിമക്കാരും ഒരു സിനിമ വിജയിക്കാൻ വേണ്ടി എന്തും കാണിക്കുകയാണ്. മാർക്കോയിലേക്ക് വരുമ്പോൾ ഫാമിലി മൊത്തം അത് ഒരു റിവെഞ്ച്, അതിന് ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. പക്ഷേ ഇത് വളരെ മോശമായി പോയി, കൂടുതൽ വളരെ മോശമായി പോയി. സിനിമാക്കാർക്ക് പൊതുവെ സമൂഹത്തോട് എസ്പെഷ്യലി മലയാളം സിനിമയ്ക്ക് കുറച്ച് കുറവാണ് കമ്മിറ്റ്മെന്റ്. ഈ വർഷം മോഹൻലാൽ ശക്തമായി തിരിച്ചു വരവാണ്. കാരണം യങ് ഡയറക്ടേഴ്സിന് ചാൻസ് കൊടുക്കുകയാണ് പുള്ളി. ഇപ്പം എല്ലാവരും കൂടെ വന്ന് യങ്സ്റ്റേഴ്സും മുതിർന്ന ആൾക്കാരെല്ലാം വന്ന് തമിഴിലെ പോലെ ഒരു ഗോൾഡൻ ഏരിയയിലേക്ക് കയറാൻ പോവാണ്. പറയട്ടണ, ഇന്ന് കണ്ട സിനിമയെ കുറിച്ച് തന്നെ തുടങ്ങാം. എങ്ങനെ ഉണ്ടായിരുന്നു പുണ്യാളൻ? നല്ല മൂവിയാണ്, നല്ലൊരു മെസ്സേജ് ഉണ്ട്, എൻ്റർടൈനറാണ്. ആക്റ്റീവ് പെർഫോമൻസ് പറഞ്ഞാൽ മറ്റേ അർജുനേശ്വരൻ അനജിറുണ്ട്, ബാലു വർഗീസ്, അനശ്വരാജൻ എല്ലാം കൊണ്ട് നല്ലൊരു എൻ്റർടൈനറാണ്, ഫാമിലി എൻ്റർടൈനറാണ്. അപ്പോൾ അതോടൊപ്പം ചോദിക്കട്ടെ, ഇനി 2025 മലയാളം ഇൻഡസ്ട്രി 2025 ഒരു ടേണിംഗ് പോയിന്റ് കയറാൻ പോവുകയാണ്. കാരണം ഇപ്പം തന്നെ ഇറങ്ങിയ ഐഡൻറ്റിറ്റി നല്ല പടമാണ്, രേഖാചിത്രം നല്ലതാണ്, ഇപ്പോൾ ഈ പുണ്യാളൻ നല്ല പടമാണ്. ഈ ഒരു വർഷം പലരും തിരിച്ചു വരവായിരിക്കും. മോഹൻലാലിൻ്റെ തിരിച്ചു വരവായിരിക്കും. പുള്ളി തുടരും, എമ്പുരാൻ പട ഫിലിമുണ്ട്. നിവിൻ പോളി തിരിച്ചു വരും. നിവിൻ പോളി ഇപ്പോൾ തടിയിൽ കുറച്ചു. ദിലീപ് വരുന്നുണ്ട്. അങ്ങനെ ഒരു 80കൾ പറഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാൽ നമ്മളായിരുന്നു, 90കളല്ല. ഇതിൽ മമ്മൂട്ടി മോഹൻലാൽ മാത്രമല്ല, ബാക്കി എല്ലാവരും, സുരേഷ് ഗോപിയോ ജയറാമോ ദിലീപോ നിവിൻ പോളി അല്ലെങ്കിൽ ടോവിനോ ആസിഫ് അലി ഫഹദ് ഫാസിൽ അങ്ങനെ എല്ലാവരും ചേർന്ന് ഒരു വസന്തകാലത്തേക്ക് പോവുകയാണ്. അങ്ങനെ വസന്ത ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷത്തെ കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെയും ഫാദറിൻ്റെ വർഷമായിരുന്നു. മോഹൻലാൽ ഡൗൺ ആയിരുന്നു, ദിലീപും നിവിൻ പോളി ഡൗൺ ആയിരുന്നു. ഇപ്പോൾ എല്ലാവരും കൂടെ വന്ന് യങ്സ്റ്റേഴ്സും മുതിർന്ന ആൾക്കാരെല്ലാം വന്ന് തമിഴിലെ പോലെ ഒരു ഗോൾഡൻ ഏരിയയിലേക്ക് കയറാൻ പോവുകയാണ്. എൻ്റെ സിമ്പിളായിട്ടാണ് ഇതുവരെ ഇറങ്ങിയ പടങ്ങളെല്ലാം ഉഗ്രപടങ്ങളാണ്. 2025 മലയാള സിനിമയിലെ ഒരു ടേണിംഗ് പോയിന്റ് കയറായിരിക്കും, ഒരു വസന്തകാലത്തിലേക്ക് പോകണമായിരിക്കും. ഇപ്പോൾ എല്ലാവരും പറയും 80കൾ വസന്തകാലം, പക്ഷേ 80കൾ ഇവർ രണ്ടിന് മാത്രമേ ഉണ്ടായുള്ളൂ, ഇതിലെല്ലാവരും ഉണ്ട്. ഒരു മോഹൻലാൽ ആരാധകൻ എന്ന നിലയിൽ ഈ ഒരു വർഷം മോഹൻലാൽ മോഹൻലാൽ ശക്തമായി തിരിച്ചു വരവാണ്. കാരണം യങ് ഡയറക്ടേഴ്സിന് ചാൻസ് കൊടുക്കുകയാണ് പുള്ളി. അപ്പോൾ എമ്പുരാൻ പൃഥ്വിരാജായിട്ട്, പിന്നെ തുടരും തരുൺമൂർത്തി, പിന്നെ ആവേശം, അവരുടെ ഡയറക്ടേഴ്സ് ചാൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് റിക്വസ്റ്റ് പറഞ്ഞാൽ ഇവർ ഫാൻ ബോയ് ഫിലിം ചെയ്തതാണ്, നല്ല അഭിനയിച്ചാത്ത റോൾസ് കൊടുക്കണം. ഇപ്പോൾ ഒരു നരസിംഹം കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഒരു അഭിനയിച്ചാത്ത റോൾ കൊടുത്ത ബ്ലസ്സിയാണ്. തന്മാത്ര, ബ്രഹ്മരം അല്ലെങ്കിൽ പ്രണയം, അതുപോലെ നല്ല മോഹൻലാൽ നടനെ ഇവാലുവേറ്റ് ചെയ്യുന്ന സിനിമകൾ ചെയ്യണം. മമ്മൂക്ക അങ്ങനത്തെ ഫിലിംസ് ചെയ്യുന്നുണ്ട്. 2024 സിനിമകളെ വെച്ച് നോക്കുമ്പോൾ 2025 സിനിമകളിൽ അണ്ണൻ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്? 2024 ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ട്, 700 കോടി നഷ്ടം ഉണ്ടായി. പിന്നെ ചില പടം നന്നായിരിക്കും, ചില പടം വളരെ മോശങ്ങളായിരുന്നു. ഈ വർഷം ഇപ്പോൾ ഇതുവരെ നന്നായിട്ട് പോകുന്നുണ്ട്, നന്നായിട്ട് നല്ല പടങ്ങൾ വരുന്ന നല്ലൊരു ഇയർ ആവാൻ സാധ്യതയുണ്ട്. മലയാളം സിനിമയെ സംബന്ധിച്ചോളം ഒരു ഗോൾഡൻ ഇയർ, നല്ലൊരു ടേണിംഗ് പോയിന്റ് ഇയർ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം അവസാനം ഇറങ്ങിയൊരു സിനിമയാണല്ലോ മാർക്കോ. അപ്പോൾ മാർക്കോ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ച് വിവാദങ്ങളൊക്കെ വന്നു, അതായത് വയലൻസ് ആഘോഷിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. നേരത്തെ പറഞ്ഞല്ലോ, ഒരു വയലന്റ് മൂവി നേരത്തെ പറഞ്ഞു. അല്ല, അങ്ങനത്തെ ആ ഒരു ഇതിനോടുള്ള ഒരു പ്രതികരണം, അത് അങ്ങനത്തെ ഒരു ഓഡിയൻസ് ഉണ്ട് യങ്സ്റ്റേഴ്സിൽ. ഈ പിള്ളേർ കാണാൻ പാടില്ല, യങ്സ്റ്റേഴ്സിൽ അങ്ങനെ ഒരു ഓഡിയൻസ് ഉണ്ട്. ഇപ്പോൾ ആനിമൽ പറഞ്ഞിട്ട് ഓടി, അല്ലെങ്കിൽ കില്ല് പറഞ്ഞിട്ട് ഓടി. ഈ വയലൻസ് ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവർക്ക് കാണാൻ പറ്റിയ ഫിലിമാണ്. അപ്പോൾ ജഗദീഷ് നേരത്തെ പറഞ്ഞു ഇത് 18 വയസ്സ് താഴെയുള്ളവർക്ക് കാണാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ ആ ഒരു ജോണർ അങ്ങനത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്. വയലന്റ് മൂവീസ് മലയാളത്തിൽ അധികം ഉണ്ടായിട്ടില്ല, ഇത്രയും വയലൻസാണ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അവർ. ഇപ്പോൾ ഇങ്ങനെ ഒരു സിനിമ യുവാക്കളെ സ്വാധീനിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതിപ്പോൾ ഞാൻ പറ്റും, ഞാനൊരു മോഹൻലാൽ ഫാനാണ്. പല സിനിമകളിലും മോഹൻലാൽ മദ്യപിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ മദ്യപിച്ചിട്ടില്ല. നല്ല മനുഷ്യൻ നല്ല എടുക്കും, നെഗറ്റീവ് ആൾക്കാർ നെഗറ്റീവ് എടുക്കും. സിനിമയെ പറയുമ്പോൾ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും കാണിക്കേണ്ടി വരും. അല്ലെങ്കിൽ നല്ലവർ നല്ല എടുക്കും, മോശം ആൾക്കാർ നെഗറ്റീവ് എടുക്കും. സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ ദൃശ്യ മൂവി കണ്ടിട്ട് അങ്ങനെ പല നടക്കാം. ആ ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റി അവർ കാണിക്കണം. ഇവർ പല സിനിമക്കാരും ഒരു സിനിമ വിജയിക്കാൻ വേണ്ടി എന്തും കാണിക്കുകയാണ്. അവർ സൊസൈറ്റിയോട് കമ്മിറ്റ്മെൻറ്റോട് വേണം. കാരണം ഇത് പല ആൾക്കാരും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മീഡിയയാണ്, കുറേ സൈക്കോളജിയും ഉള്ള മീഡിയയാണ്. സിനിമ കണ്ട് മാറിയ കുറേ ആൾക്കാരുണ്ട്, നല്ലതായിട്ട് മാറിയുണ്ട്, മോശമായിട്ട് മാറിയുണ്ട്. അണ്ണൻ മാർക്കോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? മാർക്കോ പടങ്ങൾ ഇടയ്ക്കാവും, എപ്പോഴും അങ്ങനത്തെ പടങ്ങൾ അയച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. വയലൻസ് സെക്കൻഡ് ഹാഫിലെ വരുന്ന. ഞാൻ സാധാരണ വയലന്റ് മൂവീസ് ഇഷ്ടപ്പെടുന്ന ആളല്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ മൂവി. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ പണ്ട് നാളത്ത് ഉടൽ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയപ്പോൾ അണ്ണൻ പറയുകയുണ്ടായി അല്ല വയലൻസ് സഹിക്കാൻ പറ്റില്ല. കാരണം ഇതിൽ വയലൻസ് ആ വയലൻസ് വ്യത്യാസമുണ്ട്. അതിൽ വയസ്സായ ആൾക്കാരെയാണ് ഇന്ദ്രൻസ് കഥാപാത്രം മറ്റേ വയസ്സായ ആൾക്കാരെയാണ് പിടിപ്പിക്കുന്നത്. ഇതേപോലെ ഇന്നാള് വേറെ എനിക്ക് എക്സ്ട്രാ ഡീസൻ്റ് ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെട്ടില്ല. കാരണം അതിൽ സ്വന്തം പേരൻസിനെയാണ്, മറ്റേ ഈ മൂന്നിൽ ശത്രുക്കളെയാണ് ആക്രമിക്കുന്നത്. അതിനെക്കാട്ടും മോശമാണ് ഇഡിയിൽ സ്വന്തം പേരൻസിനെയാണ് ഫിസിക്കലായിട്ട് മെൻ്റലായിട്ട് ടോർച്ചർ ചെയ്യുന്നത്. അതെങ്ങനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റും?
പക്ഷേ അതൊരു മാർക്കോടെ കുഴപ്പം പറഞ്ഞാൽ മാർക്കോ ഒരു നോർമൽ രീതിയിൽ ഒരു റിവെഞ്ച് അങ്ങനെ പോകണം. റിവെഞ്ച് കാണിക്കുന്ന നല്ലതല്ല, തമിഴ് സിനിമയിൽ കുറച്ച് കൂടുതലാണ്. പക്ഷേ എന്നാലും മറ്റേ ഉടൽ വ്യത്യാസമുണ്ട്. ഉടലിൽ എനിക്ക് ഇന്ദ്രൻസിൻ്റെ ഭാര്യയുടെ കഥാപാത്രം, രണ്ടുപേരും വയസ്സായ കഥാപാത്രമാണ്. അവരെ കൊല്ലുന്നത് അതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് ഫുൾ കാണാൻ പറ്റിയില്ല. സ്വന്തം ഫാദറിനെ മാത്രമല്ല മെൻ്റലി മാത്രമല്ല ഫിസിക്കലിയും ടോർച്ചർ ചെയ്യാം. മാർക്കോയിലേക്ക് വരുമ്പോൾ ഫാമിലി മൊത്തം അത് ഒരു റിവെഞ്ച് വേറെ, അതിന് ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. പക്ഷേ ഇത് വളരെ മോശമായി പോയി, ഉടൽ വളരെ മോശമായി പോയി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മൂന്നോണി ഞാൻ പണ്ട് കുറ്റം പറഞ്ഞെങ്കിലും മൂന്നോണി ആ പിന്നോ നടക്കുന്ന കാര്യമാണ്, അതിൽ ശത്രുവിനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇഡിയിൽ എന്താ കാണിക്കുന്നത്, സ്വന്തം പേരൻസിനെയാണ് ചെയ്യുന്നത്. അതെല്ലാം വളരെ മോശമായി പോയി. അത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഇടയായിട്ട് കുറച്ച് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇതൊക്കെ വരുന്നുണ്ടല്ലോ, എഐയുടെ മിസ്യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. എഐയുടെ മിസ്യൂസ് കാരണം എഐയുടെ മിസ്യൂസ് വരുന്നുണ്ട്. അത് വന്നപ്പോൾ തന്നെ സ്റ്റീഫൻ ഹോക്കിംഗ്, സ്റ്റീവ് വോസ്റ്റി പല ആൾക്കാരും പറഞ്ഞു മിസ്യൂസ് ചെയ്യുമെന്ന്. അതിൻ്റെ മിസ്യൂസ് ആയി ഭാഗം ഡീപ് ഫേക്ക് വീഡിയോ പറയും, നമ്മളെ നാരായണമൂർത്തിയുടെ എല്ലാം വന്നാണ്. ഇത് ടെക്നോളജി മിസ്യൂസ് ചെയ്യുകയാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു, ഒരു സൊസൈറ്റിയിൽ ആദ്യം വേണ്ട എത്തിക്സാണ്. എത്തിക്സ് ഇല്ലെങ്കിൽ എന്തുകൊണ്ടും കാര്യമില്ല. എല്ലാം മിസ്യൂസ് ചെയ്യും. ഇപ്പോൾ എത്തിക്കൽ ഹാക്കിംഗ് പറഞ്ഞാൽ ഹാക്കിംഗ് നേറ്റീവ് രീതിയിൽ ഉപയോഗിക്കണം മിക്കപ്പോഴും. അപ്പോൾ ഇപ്പോഴത്തെ യൂത്തിന് എത്തിക്സ് കുറവാണ്. അതാണ് ചില സിനിമകൾ പോലും മൂന്ന് പോലെ സിനിമകളിൽ അവസാനം കാണിക്കുന്നത് ഇങ്ങനെ കള്ളത്തരം കാണിക്കുന്ന ആൾ വിജയിക്കുന്ന പോലെ കാണിച്ചപ്പോഴാണ് ഞാൻ ഡയറക്ടറിൻ്റെ അടുത്ത് ഞാൻ ചൂടായത്, റിയാക്ട് ചെയ്തത്. കാരണം ഇപ്പോഴത്തെ ആൾക്കാരുടെ വിചാരം പറഞ്ഞാൽ കുറേ നെഗറ്റീവ് കാണിച്ച് ചെയ്യുന്ന വലിയ ആളാണ്. അങ്ങനെ എത്തിക്സ് ഇല്ലായ്മ വരികയാണ്. ബിസിനസ് പോലും ലോങ് ടേമിൽ എത്തിക്സ് ഉണ്ടെങ്കിൽ വർക്കൗട്ട് ആവുള്ളൂ. ഇപ്പോഴത്തെ സിനിമകൾ അതിന് കാരണമാണെന്ന് തോന്നുന്നുണ്ടോ? സിനിമയിൽ എല്ലാ കാലത്തും അങ്ങനെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, പണ്ടും ഉണ്ടായിട്ടുണ്ട്. സിനിമാക്കാർക്ക് പൊതുവെ സമൂഹത്തോട് എസ്പെഷ്യലി മലയാളം സിനിമയ്ക്ക് കുറച്ച് കുറവാണ് കമ്മിറ്റ്മെൻറ്റ്. ഇപ്പോൾ ഹിന്ദി അമേരിക്കയിലെ ചെയ്യുന്ന പടം കണ്ടില്ല, ആ പടം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിനും കാശ് കിട്ടും, എൻ്റർടൈനറും ആയിരിക്കും, അങ്ങനെ മെസ്സേജും ഉണ്ടാവും. ഇവിടെ ഒരു പടം ഇറ്റാൻ വേണ്ടി എന്തും കാണിക്കുകയാണ്. അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ആൾക്കാർ വഴിയെത്തിക്കും. കാരണം ഇത് ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിനല്ല. ഇപ്പോൾ മൂന്നുമണി വളരെ റോങ് മെസ്സേജാണ് കൊടുത്തത്, അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. ഇടി പോലെ ഫിലിം ഒന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റി എനിക്ക് മനസ്സിലാണ്. ഞാൻ ഫസ്റ്റ് ആവുമ്പോൾ ഇറങ്ങിപ്പോയി, എങ്ങനെ അങ്ങനെ ഫിലിം കാണാനറിയില്ല. പക്ഷേ അത്തരം സിനിമകളിൽ പറയുന്ന ഒരു ഡാർക്ക് ഹ്യൂമർ പറഞ്ഞു പോകുന്നുള്ള സിനിമ, അപ്പോൾ അത്ര ഓഡിയൻസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അതന്നെ ഇങ്ങനെയല്ല, ഒരു മനുഷ്യത്വം വേണ്ടേ? നമുക്ക് ആക്ഷനെല്ലാം കാണിക്കാം എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ സൈഡ് കൊണ്ട് വേണ്ടേ? ഒരു അല്പം മനുഷ്യത്വം വേണ്ടേ? ഒരു മാർക്കോൾ കാണിക്കുന്ന പോലെ അല്ല ഉടല്ല, അല്ലെങ്കിൽ മൂന്നുകൊണ്ട് കാണിക്കുന്ന പോലെ അല്ല ഇടിയില്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ 2025 മോഹൻലാലിനെ കൂടാതെ ഏതൊക്കെ നടന്മാരുടെ? നിവിൻ പോളി വരും. നിവിൻ പോളി ഇപ്പോൾ തടിയിൽ കുറച്ചുണ്ട്. ദിലീപ് വരും. അങ്ങനെ എല്ലാവരും തിരിച്ചു വരും. ആരും ഫീൽഡോട്ട്, ഇപ്പോൾ എല്ലാവരും പറയും ഇവരുടെ ഫീൽഡോട്ട്, ആരും ഫീൽഡോട്ടായില്ല. കാരണം ഇവർക്കെല്ലാം സ്ട്രോങ് ഫാൻ ബേസ് ഉണ്ട്. എല്ലാവരും തിരിച്ചു വരും. എല്ലാവരും ചേർന്ന് നല്ലൊരു വസന്തകാലത്തിലെ ഗോൾഡൻ ഏരിയയിലേക്ക് മലയാളം സിനിമ കയറാൻ പോവാണ്. മലയാള സിനിമയിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ മറ്റൊരു ഇൻഡസ്ട്രികളിലൊക്കെ ഒന്ന് നോക്കുവാണെങ്കിൽ, ഇപ്പോൾ തെലുങ്കിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ പവൻ കല്യാണുണ്ട്, മെഗാസ്റ്റാറുണ്ട്, ചിരഞ്ജീവി ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഒരു സിനിമ ഇറങ്ങിയാൽ അവിടുത്തെ ഫാൻസിൻ്റെ ഒരു ഒത്തൊരുമ നമുക്ക് കാണാൻ പറ്റും. ആക്ടേഴ്സ് തമ്മിലാണെങ്കിൽ ഒരു ഒത്തൊരുമ, ആ ഒരു സിനിമേനെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവിടുത്തെ പണ്ടുണ്ടായിരുന്നു, പ്രേമനശ്രീയുടെ കാലത്തെല്ലാം അങ്ങനെ ഉണ്ടായിരുന്നു. അല്ല, അപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ ചില സിനിമകൾ പരാജയപ്പെട്ടാലും മോശം സിനിമയാണെങ്കിലും ഇങ്ങനെ ഇവർക്ക് നല്ലൊരു സപ്പോർട്ട് കാരണം ഒരു സാമ്പത്തിക നില നിൽക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഈ വലിയ പടം നടക്കുമ്പോൾ അവർ ഹൈപ്പ് കൊടുക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഇപ്പോൾ കിങ് ഓഫ് കൊത്ത പല പടം പൊളിഞ്ഞമെങ്കിലും പ്രൊഡ്യൂസറിൻ്റെ കാശ് കിട്ടിയിട്ടുണ്ട്. കാരണം നല്ല സ്റ്റാർ കാസ്റ്റും ഉണ്ടാവും, മാസ് ഹീറോ ഉണ്ടാവും, പിന്നെ 1300 വർഷത്തെ കളക്ഷൻ അവരെടുക്കും. അതുകൊണ്ടാണ് ഹൈപ്പ് കൊടുക്കണം. ചെറിയ പടം ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ലാലേട്ട് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കണം, കുറച്ചല്ലേ കൊടുക്കണം. കാരണം ഇപ്പോൾ മരക്കാരോട് മൂവിയല്ല 100 കോടിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത്, അവർക്കാണ് ഈ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കാശിനാക്കാൻ ഒരു റിസ്ക് എടുത്തത് മാർക്കറ്റ് കൂട്ടാൻ വേണ്ടി ചെയ്താണ്. കുറച്ചൊരു സപ്പോർട്ട് കൊടുക്കാം, ഭയങ്കരമായിട്ട് വിമർശിച്ച് കളയരുത്. കാരണം ഇത് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഒരു മനുഷ്യത്തിലായ രീതിയിൽ വിമർശിക്കരുത്. അപ്പോൾ മലയാള സിനിമ റിവ്യൂ ചെയ്യാൻ ആൾക്കാരെല്ലാം ഒരു തവണ പോയി സിനിമ ലൊക്കേഷൻ പോയാൽ മനസ്സിലാവും. അത് മാത്രമല്ല, ഒരു പ്രേക്ഷകന് 150-180 രൂപ പോകുമ്പോൾ ഒരു പ്രൊഡ്യൂസർ നഷ്ടപ്പെടുന്ന കോടികളാണ്, അത് മനസ്സിലാക്കണം. പക്ഷേ ഇവിടെ റിവ്യൂ, കോക്കിൻ്റെ റിവ്യൂ പോലും കോക്ക് പടത്തിന് നെഗറ്റീവ് കൊടുത്തിട്ട് പടങ്ങൾ ഓടിയുണ്ട്. ഇപ്പോൾ കാതൽ നെഗറ്റീവ് കൊടുത്തു, ഭീഷ്മിക്ക് കൊടുത്തു, കണ്ണൂർ സ്ക്വാഡ് അല്ല ഓടിയല്ലോ. അല്ല, മലയാള സിനിമയിൽ ഞാൻ ചോദിക്കുന്ന മലയാള സിനിമയിലും അങ്ങനെ ഒരു ഐക്യം വരണമെന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം ഇപ്പൊ അങ്ങനെ ഐക്യമില്ല. പണ്ടുണ്ടായിരുന്നു, നസീറിന്റെ കാലത്തുണ്ടായിരുന്നു. ഇപ്പൊ ഓരോ കോക്കസ് ആണ്, ഓരോരുത്തരും ഓരോ കുറച്ച് ആൾക്കാരായിട്ട് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ യൂണിറ്റി ഇല്ല. പണ്ട് പ്രേംനസീറിന്റെ കാലത്ത് ആ യൂണിറ്റി ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. അല്ല, ഇപ്പൊ ഫാൻ ഫൈറ്റിന് വേണ്ടി തന്നെ, അതായത് ഒരു മമ്മൂട്ടിയുടെ ഫാൻസ് ആണെങ്കിൽ മോഹൻലാലിനെ കളിയാക്കാൻ ഒരു കാലത്ത് ഭയങ്കര, ഇപ്പൊ അത്ര ഫാൻ ഫൈറ്റ് ഇല്ല. ഇപ്പൊ അത്രയും ഫാൻ ഫൈറ്റ് ഇല്ല. ഫാൻ ഫൈറ്റ് പണ്ടേ ഉള്ളതാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഫാൻസിൻ്റെ ആവശ്യമില്ല. കാരണം 80-90 ഒരു ഫാൻ സ്റ്റേഷൻ ഇല്ലാതെയാണ് ഇവരുടെ പടങ്ങൾ ഓടിയത്. ഈ ഫാൻ സ്റ്റേഷൻ അവർക്ക് ഇപ്പോൾ ലാലേട്ടൻ്റെ ഫാൻസ് പറഞ്ഞാൽ അവർക്ക് മാസ് ഫിലിംസ് മാത്രമേ അവർ എൻകറേജ് ചെയ്യുള്ളൂ. പ്രണയമാണ് ഫിലിം എൻകറേജ് ചെയ്തിട്ടില്ല, വില്ലൻ എൻകറേജ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്താ ലാലേട്ടൻ താരത്തെ മാത്രമാണ് ഇപ്പോൾ കാണുന്നത്, നടനെ കാണുന്നില്ല.
പക്ഷേ മമ്മൂട്ടി ഫാൻസ് കുറച്ചൊരു ലിബറലാണ്, അവരെല്ലാത്തരം ഫിലിമേയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളി വാക്സിനേഷൻ തുടങ്ങിയത് വെൽഫെയർ ആക്ടിവിറ്റീസിന് വേണ്ടിയാണ്, അല്ലാതെ ഇതിന് വേണ്ടിയല്ല. അപ്പോൾ ഫാസ്റ്റ് വാക്സിനേഷൻ വേണ്ട പറഞ്ഞില്ലേ, അങ്ങനെ സ്റ്റാൻഡ് എടുക്കുന്ന നല്ലതായിരിക്കും. കാരണം ഫാൻസ് കൊണ്ട് അവരുടെ ജീവിതം പോവുകയാണ്, ഇവരുടെ സിനിമകളും പൊളിയാണ്. 80-ൽ ഒരു വാക്സിനേഷൻ ഇല്ലാതെയാണ് എല്ലാ പടങ്ങളും ഓടിയത്. അപ്പോൾ ഇനിയുള്ള 2020 രജനീകാന്ത് പറ്റി പോളാണ്. രജനീകാന്ത് ഇനിയിപ്പോൾ നല്ലൊരു ആക്ടിംഗ് റോൾ ചെയ്യാൻ പറ്റില്ല, പുള്ളി ടൈപ്പ് കാസ്റ്റായി. ലാലേട്ടൻ അങ്ങനെ പോകേണ്ടതായിരുന്നു, പക്ഷേ ഇവിടുത്തെ ആൾക്കാർ സമ്മതിച്ചില്ല. 2025 മോഹൻലാലിൻ്റെ ഇതുവരെയുള്ള കൺഫേംഡ് ആയിട്ടുള്ള സിനിമകളുടെ ചെറിയ ലിസ്റ്റ് വന്നല്ലോ, അതിനെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ തോന്നുന്നുണ്ട് മൊത്തത്തിൽ? അല്ല, ഇനി വരുന്ന നല്ല മൂവീസാണ് ഞാൻ സാധ്യത, കാരണം യങ് ഡയറക്ടേഴ്സിന് ചാൻസ് കൊടുക്കണം. പക്ഷേ എനിക്ക് പേടിയാണ് ഫാൻ ബോയ് ഫിലിം ആവാൻ സാധ്യതയുണ്ട് ചിലതോ. ആവേശം ഡയറക്ടർ അല്ലല്ലോ, ഫാൻ ബോയ് ഫിലിമാണ്. അതിനെക്കാട്ടും നല്ലത് പെരിച്ചായി വെളിയിലായി മാറുന്നതാണ്, പൂഫളെ കാണിച്ച. എനിക്ക് പറയാൻ നല്ല അഭിനയിച്ചാത്ത റോൾ ചെയ്യാം, ആക്ടിങ് കൊണ്ട്. ഇപ്പോൾ മമ്മൂക്ക ചെയ്യുന്ന പോലെ നല്ല അഭിനയിച്ചാത്ത റോൾ, നല്ല സ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് നല്ല അഭിനയിച്ചാത്ത റോൾ ചെയ്യാം. കാരണം സതയം പോലെയോ അല്ലെങ്കിൽ കിരീടം പോലെ അങ്ങനത്തെ നല്ല ആക്ടിങ് കൊണ്ട്, ഇപ്പോൾ ബ്രഹ്മരം, പ്രണയം അതുപോലത്തെ മൂവീസ് ചെയ്യണം. എമ്പുരാനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എമ്പുരാൻ പൃഥ്വിരാജ് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് ആളാണ്. അയാൾ ലൂസിഫർ തന്നെ ചെയ്തു. ലൂസിഫറിനെക്കാട്ടും വലിയൊരു ലെവലിലാണ് എമ്പുരാൻ വരുന്നത്. എമ്പുരാൻ വലിയൊരു എത്താൻ സാധ്യതയുണ്ട്. മുരളിഗോപിൻ്റെ ഒരു സ്ക്രിപ്റ്റിൽ മുരളിഗോപി നല്ല റൈറ്ററാണ്, പൃഥ്വിരാജ് നല്ല ഇൻ്റലിജൻ്റ് ആയിട്ട് ഡയറക്ടറാണ്, നല്ല സിനിമയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അത് പറഞ്ഞല്ലോ, ലൂസിഫറിന് എൻ്റെ ഡിഫറെൻ്റാണ്. സീക്വലും പ്രീക്വലും എല്ലാം ചേർന്ന് വളരെ വലിയ ലാസ്റ്റ് ക്യാൻവാസിലാക്കി ഫിലിം, ഒരുപാട് കൺട്രീസ് ഷൂട്ട് ചെയ്ത് അത് നല്ല ഫിലിമാൻ സാധ്യതയുണ്ട്, വലിയൊരു ഹിറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് മാത്രമല്ല, ഇത് സെക്കൻഡ് ഭാഗം ശരിയായ മൂന്നാമതൊരു ഭാഗമുണ്ട്. 3 ഭാഗത്തോടെയാണ് എമ്പുരാൻ തീരുന്നത്. ഇനി ഒരു ഭാഗം കൂടെ വരാനുണ്ട്. ഇത് സക്സസ്ഫുൾ ആണെങ്കിൽ അത് വരും. ഇപ്പോൾ ഇനി സിനിമയിൽ നിന്ന് വിട്ടൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഈ ഇടയ്ക്ക് ആറാട്ടണ്ണൻ്റെ തന്നെ ഒരു മിസ്യൂസ് വന്നല്ലോ എയുടെ വെച്ചിട്ട്. ആറാട്ടണ്ണൻ്റെ ഒരു മിസ്യൂസ് വന്നല്ലോ എ വെച്ചിട്ട്, അലൻ ജോസ് പെരേരയും കൂടെ. അപ്പോൾ ഈ ഇത്തരം പ്രയോഗങ്ങളോട് എന്താ പറയാനുള്ളത്? എത്തിക്സ് ഇല്ലായ്മ കുറേ ആളുകളുടെ കുഴപ്പമാണ്. മീഡിയ അങ്ങനെ കാണിക്കുന്നത് ആളുകൾക്ക് വേണ്ട അങ്ങനത്തെ കാര്യമാണ്. ഇന്ന് പലർക്കും ഇത് എൻ്റർടൈൻമെൻറ്റാണ്. ഇവിടെ ഇപ്പോൾ ഈ വനിത ടൈമിൽ നടക്കുന്ന റിവ്യൂ അല്ല, കോമാളിത്തരമാണ്. റിവ്യൂ അല്ല നടക്കുന്നത്. കാരണം ആൾക്കാർക്ക് ഇപ്പോൾ കോക്കിൻ്റെ റിവ്യൂ കാണാൻ താല്പര്യം. കാരണം ഉണ്ണിലോട്ട് റിവ്യൂ ഇതില്ല, കോമാളിത്തരം ഇല്ല. കോക്കിൻ്റെ റിവ്യൂ കാണാൻ ബിക്കോസ് കുറച്ച് കോമാളിത്തരമുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഇത് സീരിയസ് ആയിട്ട് പകരം കുറച്ചുകൂടി എൻ്റർടൈൻമെൻറ്റായി മാറുകയാണ്. ഇവർ ജോലി ചെയ്ത് രാത്രി വരുമ്പോൾ അതുകൊണ്ടാണ് അലൻ ജോസ് പെരേര ഇത്രയും മീഡിയ പുറകെ നടക്കുന്നത്. കാരണം പുള്ളി കോമാളിത്തരം കാണിക്കുന്നു, അത് ആൾക്കാർക്ക് എൻ്റർടൈൻമെൻറ്റാണ്. അതുകൊണ്ട് മീഡിയക്ക് റീച്ച് കിട്ടുന്നു. അതുകൊണ്ടാണ് അവർ പുറകെ നടക്കുന്നത്. കാരണം ഇപ്പോൾ അങ്ങനത്തെ ഒന്നെങ്കിൽ അഡൽട്ട് കാര്യങ്ങൾ, ഇല്ലെങ്കിൽ ഇങ്ങനത്തെ കോമാളിത്തരം, ഇല്ലെങ്കിൽ നെഗറ്റീവ്, ഇങ്ങനത്തെ അതിലാണ് വിറ്റുപോകുന്നത്. പണ്ടുപോലെ സിനിമയിൽ സെക്സ് വയലൻസാണ് ഏറ്റവും കൂടുതൽ കാണിച്ചുകൊണ്ടിരുന്നത്. ആൾക്കാർക്ക് വേണ്ടതാണ് ഇവർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ആളുകളുടെ കുഴപ്പം, ആളുകൾ മാറിയാൽ മീഡിയ മാറും, എല്ലാം മാറും. ഒരു കാര്യം, നമ്മൾ ഈ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ പറഞ്ഞാൽ ശ്രദ്ധ നേടാൻ പറ്റില്ല എന്ന്. എന്താ ഇങ്ങനെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ അണ്ണൻ ഫിലോസഫി ബേസ്ഡ് ആണല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇടയ്ക്ക് പറയാം, പക്ഷേ ഫുൾ ടൈം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് ഔട്ടോ. അല്ല, അപ്പോൾ ഇങ്ങനെ ചില കമന്റ്സ് ഒക്കെ അണ്ണൻ തന്നെ ഇടാറുണ്ടല്ലോ, റീച്ചിന് വേണ്ടിയിട്ടൊക്കെ തന്നെ റീച്ച് ഇടാറുണ്ട്, പിടിച്ചിരിക്കാൻ വേണ്ടി. അല്ല, അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു AI പോസ്റ്റ് വന്നപ്പോഴും എന്താണ് ഇത് രണ്ടും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാ അണ്ണൻ്റെ അഭിപ്രായവും ഇതും തമ്മിൽ അവരും റീച്ചിന് വേണ്ടി തന്നെ? ഇത് ഭയങ്കര ഡാമേജിൽ വരുത്തുന്ന ഇതിപ്പോൾ 2 വ്യക്തികൾ വെച്ച് ഇത് അതൊരു വ്യത്യാസമുണ്ട്. മറ്റേത് എല്ലാവരും പറയുന്ന കാര്യമാണ്. പല കമൻസിൽ പറഞ്ഞ ഇതിനെക്കാട്ടും മോശം ആൾക്കാർ ഇരുന്നുണ്ട്, നമ്മൾ മാത്രമല്ല. അല്ല, അപ്പോൾ വേറൊരു വ്യക്തിനെ വെച്ച് അണ്ണൻ അങ്ങനെ കമന്റ് ഇട്ടു. വേറെ നമ്മളെന്താ പറയുന്നത്, ഹോട്ട് ആൻഡ് സെക്സിയാണ് അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന. ഇപ്പൊ അണ്ണനെ വെച്ച് അവർ ചെയ്തു. അല്ല, അത് വ്യത്യാസമുണ്ട്. അത് രണ്ടും ഒരേ ഇതിൽ പെടുത്താൻ പറ്റില്ല. മറ്റേത് ഒരു പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്യുവർലി മണി ബേസ്ഡ് ആണ്. ഇത് പലരും പറയുന്ന കാര്യമാണ്. ആർട്ടിസ്റ്റിനെ കുറിച്ച് പലരും പറയും, ഇവരുടെ ഡ്രസ്സിങ് അങ്ങനെയാണ്. പല ആൾക്കാർ ഇപ്പോൾ എത്ര പെൺകുട്ടികൾക്ക് ആണുങ്ങളോട് ക്രഷ് ഉണ്ട്, ആക്ടേഴ്സിനോട്. നമ്മൾ ക്രഷ് പറയുമ്പോൾ മാത്രമേ മോശമാണ്. അത് എല്ലാവരും പറയുന്ന കാര്യമാണ്, ജനറലായിട്ടുള്ള കാര്യമാണ്. ഒരു പരിധിക്ക് അപ്പുറത്തൊന്നും പോയിട്ടില്ല, പോയപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. മറ്റേ കുറേ ഉള്ള കാര്യം തന്നെയാണ്. ഞാൻ ലാലേട്ട് വെച്ച് പറഞ്ഞാണെങ്കിലും ഹേമ കമ്മിറ്റി വന്നപ്പോൾ മനസ്സിലായില്ലേ, സിനിമയിൽ നടക്കുന്ന എന്താണ് മനസ്സിലായില്ലേ. സിനിമയിൽ നടക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇതില്ലാത്ത കാര്യമാണ്. ഞാനും പറഞ്ഞ ലിപ്പ് ലോക്കിൻ്റെ കാര്യമാണ്, ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞ കുറേ ഉള്ള കാര്യം തന്നെയാണ്. ഹേമ കമ്മിറ്റി വന്നപ്പോൾ മനസ്സിലായില്ലേ സിനിമയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ എൻ്റെ സാബുവാനല്ല ആരും ഹേമ കമ്മിറ്റി വെച്ച് പെട്ടുന്നില്ല. എത്ര നടിമാരുടെ ജീവിതം പോയിരിക്കുന്നത്. ആ ഹേമ കമ്മിറ്റി മുങ്ങിപ്പോയെന്ന് തോന്നുന്നുണ്ട്. പണ്ടേ ആക്ടർ പാട് പറഞ്ഞില്ലേ, ഇത് അടുത്ത ന്യൂസിൽ പോകുമെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ആരും സംസാരിക്കുന്നു, അവരെല്ലാം മാന്യമാരെ നടക്കുന്നു. ഇപ്പോൾ ലാലേട്ടൻ സിദ്ദിഖിന് കൈ കൊടുക്കുന്നു. എന്താണ് നടക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇവിടെ നടി ആക്രമിച്ച കേസിൽ കുറ്റ ആരോപത്തിനാണെങ്കിൽ അയാളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ല മറ്റേ ഇരയല്ല. ഇവിടെ എന്ത് പണവും മറ്റേക്കാണ് മെയിൻലി നോക്കുന്നത്. ഇപ്പോൾ എല്ലാവരും യൂട്യൂബേഴ്സ് അറ്റാക്ക് ചെയ്യണം.
പണ്ട് ഇവന് പണ്ട് തൊപ്പി അറസ്റ്റ് ചെയ്തു, ഇപ്പോഴല്ല മുമ്പ്. യൂട്യൂബേഴ്സിന് നല്ല പോപ്പുലാരിറ്റി ഉണ്ട് സിനിമാക്കാരെ കാട്ടും. പക്ഷേ ഞങ്ങൾ ഹോൾഡിലായതുകൊണ്ട് ഞങ്ങൾ പിടിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ തന്നെ ലീഗലായിട്ട് പോകുന്നത്. വളരെ ഇതാണ്. ഞാൻ രണ്ടിനും വ്യത്യാസമുണ്ട്. ഞാൻ ഇത് മിക്ക ഉള്ള കാര്യം തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഹേമാമറ്റിയായിട്ട് പറഞ്ഞാൽ മനസ്സിലായി. പക്ഷേ ലിപ് ലോക്കിൻ്റെ ഇത് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യമാണ്. ഓക്കെ, അപ്പോൾ അണ്ണൻ വിചാരിക്കുന്ന പോലെ 2025 മനോഹരമായ നല്ല വർഷമാവട്ടെ, നല്ല വർഷം നന്നായിട്ട് വരട്ടെ. എല്ലാവട്ടെ. താങ്ക് യു. എല്ലാവർക്കും സിനിമ മാത്രമല്ല എല്ലാവരും, എല്ലാ ഫീൽഡും എല്ലാ ആൾക്കാർക്കും നല്ലൊരു ഏറെ മാറട്ടെ. താങ്ക് യു.